ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ 7 മരണം. ഗുപ്തകാശിയിൽ നിന്നും കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് തകർന്നു വീണത്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, ഏറെ ദാരുണമായിട്ടുള്ള സംഭവം, 7 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ആതിര, തീർച്ചയായും ഇന്ന് പുലർച്ചെ 5:20 കൂടിയാണ് ഇത്തരത്തിൽ ഉത്തരാഖണ്ഡിലെ ഹെലികോപ്റ്റർ തകർന്നത്. ഈ തകർന്ന ഹെലികോപ്റ്ററിൽ പൈലറ്റ് അടക്കം 7 പേരുണ്ടായിരുന്നു. ഈ 7 പേരുടെയും മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളും അതോടൊപ്പം ഉത്തരാഖണ്ഡിലെ പോലീസും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. യാത്രക്കാരും, അതായത് ഈ തീർത്ഥാടകരും പൈലറ്റും അടങ്ങുന്ന 7 പേരും ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. കേദാർനാഥ് ഡാമിൽ നിന്നും ഗുപ്തകാശിയിലേക്ക് പുറപ്പെട്ടിട്ടുള്ള തീർത്ഥാടകരുമായി പുറപ്പെട്ടിട്ടുള്ള ഈ ഹെലികോപ്റ്റർ ശക്തമായിട്ടുള്ള കാറ്റിനെയും മഴയും തുടർന്ന് ദിശ തെറ്റി മാറുകയായിരുന്നു. പിന്നീട് ഈ ഒരു വനാന്തര മേഖലയിൽ ചെന്ന് പതിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നുള്ളായിട്ടുള്ള അപകടത്തിലാണ് ഇപ്പോൾ 7 പേർ മരിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നത്. UP, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത്. 5 മുതിർന്നവരും ഒരു കുട്ടിയും അടങ്ങുന്നതായിരുന്നു ഈ തീർത്ഥാടക സംഘം. ഒരു പൈലറ്റ് കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ 7 പേരുടെയും മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. നേരത്തെ അഹമ്മദാബാദ് വിമാന അപകടവുമായി ബന്ധപ്പെട്ട അതിൻ്റെ അന്വേഷണങ്ങളും അതിൻ്റെ ഞെട്ടലിലും രാജ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് മറ്റൊരു ആകാശ ദുരന്തം കൂടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഈ കേദാർനാഥ് ക്ഷേത്രത്തിലേക്ക് യാത്രക്കാരുമായി തീർത്ഥാടന സർവീസ് നടത്തുന്ന ഒരു ഹെലികോപ്റ്ററാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും NDRFിൻ്റെയും അതോടൊപ്പം SDRFിൻ്റെയും സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ ഈ മേഖലകളിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെയും അതോടൊപ്പം രക്ഷാപ്രവർത്തനത്തിൻ്റെയും കാര്യങ്ങൾ ഊർജിതമാക്കാനുള്ള ഒരു നിർദ്ദേശമാണ് അവർക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഈ മേഖലയിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു നിർദ്ദേശവും അവർക്ക് നൽകിയിരിക്കുകയാണ്. എന്തായാലും ഈ വനപ്രദേശത്ത് ആയതിനാൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ വലിയ വെല്ലുവിളി നേരിടുകയും ചെയ്തിട്ടുണ്ട്. കാരണം രാവിലെ 5:20 കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഈ സമയത്ത് ശക്തമായിട്ടുള്ള കാറ്റും മഴയും അനുഭവപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഹെലികോപ്റ്റർ ദിശ മാറിക്കൊണ്ട് ഒരു അപകടത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തിരുന്ന പൈലറ്റ് അടക്കമുള്ള 7 പേരും ദാരുണമായി മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ആതിര, റഷീദ്, ഈ ഇത്തരത്തിൽ കാറ്റിൽ ദിശ തെറ്റിയാണ് ഈ അപകടം ഉണ്ടായത്. ഹെലികോപ്റ്റർ അത്തരത്തിൽ സഞ്ചരിച്ചു ആണ് അപകടം ഉണ്ടായത് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്, അല്ലേ റഷീദ്? അതിന് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രാവിലെ ഈ മേഖലയിൽ ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടായിരുന്നു. ഇതിൽ ദിശ മാറി എന്നുള്ളതാണ് ഈ പ്രാഥമികമായിട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഈ അപകടത്തിലേക്ക് വഴിവെച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ളവ ഇനി അന്വേഷിച്ച് വരികയാണ്. അത്തരം കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. അതേസമയം കാരണം കണ്ടെത്തുന്നതിന് മുമ്പ് രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ളൊരു നീക്കത്തിലേക്കാണ് സംസ്ഥാന സർക്കാരും അതോടൊപ്പം ദേശീയ ദുരന്ത നിവാരണ സേനയുടെ വിഭാഗങ്ങളും കടക്കുന്നത്. പ്രധാനമായും ഈ മേഖല കണ്ടെത്തുക, ഈ മേഖലയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ഒരു കാര്യത്തിലേക്കാണ് പ്രധാനമായും ഇപ്പോൾ കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെ തന്നെ, അതായത് രാവിലെ പുലർച്ചെ 5:20 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ശക്തമായിട്ടുള്ള കാറ്റിനെ തുടർന്ന് ഈ ഹെലികോപ്റ്ററിൻ്റെ ദിശ മാറുകയായിരുന്നു. പിന്നീട് ഒരു പക്ഷേ ഈ വന മേഖലയായതിനാൽ തന്നെ ഹെലികോപ്റ്റർ താഴേക്ക് ഇറങ്ങി പിന്നീട് വല്ല മരങ്ങളിലുമൊക്കെ ഇടിച്ചിരിക്കാം എന്നുള്ളൊരു പ്രാഥമിക വിവരം കൂടി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ കൂടി പല വിദഗ്ധരും ഇപ്പോൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ അപകടത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇപ്പോഴും ലഭ്യമല്ല. നിലവിൽ ഇപ്പോൾ ഈ കാറ്റും അതോടൊപ്പം മഴയുമാണ് ഈ ഹെലികോപ്റ്റർ ദിശ മാറി സഞ്ചരിക്കാനുള്ള വഴിയിലേക്ക് വെച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ.